शिव जी कहते हैं डरो मत, डराओ मत, अभय मुद्रा दिखाते हैं, अहिंसा की बात करते हैं, त्रिशूल को जमीन में गाड़ देते हैं, और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा हिंसा हिंसा, नफरत नफरत नफरत, असत्य सत्य असत्य। आप हिंदू हो ही नहीं। നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം സംഘപരിവാറും BJPയും വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കാനും അത് ഹിന്ദു വിരുദ്ധമായ ഒരു പ്രസംഗമായി പ്രചരിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് ഗുജറാത്ത് മോഡലിൽ ഒരു കലാപം ദേശീയ വ്യാപകമായിട്ട് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഹിന്ദു മതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന പിന്തുണ, വാരാണസിയിലെ വോട്ട് ചോർച്ചയും അതേപോലെ തന്നെ അയോധ്യയിലെ പരാജയവും അടക്കം BJPയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു കലാപവും ഒരു അക്രമവും മനസ്സിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഹിന്ദു വിരുദ്ധമാണെന്ന് ചിത്രീകരിക്കാൻ വളരെ കരുതിക്കൂട്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശ്രമം നടത്തിയത്. ये विषय बहुत गंभीर है. पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है. नहीं 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 नहीं, नरेंद्र मोदी जी पूरा हिंदू समाज नहीं है, BJP पूरा हिंदू समाज नहीं है, RSS पूरा हिंदू समाज नहीं है. ആഭ്യന്തരമന്ത്രി പോലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധ പരാമർശം നടത്തി എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. രാഹുൽ ഗാന്ധിക്ക് നേരെ ഈ പ്രചരണം നടത്തുമ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ അമ്മ ക്രിസ്ത്യാനിയായ സോണിയ ഗാന്ധിയാണ്. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനായിരിക്കുന്ന ഫിറോസ് ഗാന്ധി ഒരു പാഴ്സിയാണ്. അപ്പോൾ തന്നെയുമല്ല, സംഘപരിവാർ രാജ്യവ്യാപകമായി വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നെഹ്റുവിൻ്റെ കുടുംബത്തിൽ പലരും മുസ്ലിങ്ങളായിരുന്നു, അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ മുസ്ലിമായിരുന്നു, മുത്തശ്ശി മുസ്ലിമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാപകമായിട്ട് അതിനൊക്കെ ഉദ്ധരിക്കുന്നത് മലയാളിയായ മത്തായിയുടെ പുസ്തകത്തിൽ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. മത്തായിയുടെ പുസ്തകം ഈ ആരോപണം കേട്ടപ്പോൾ മുഴുവനായിട്ട് വായിച്ച് നോക്കിയപ്പോൾ എനിക്കത് കാണാൻ സാധിച്ചിട്ടില്ല. വ്യാപകമായി അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം പാർലമെൻറ്റിൽ എന്താ പറഞ്ഞത്? ശിവഭഗവാൻ പറയുന്നത് ഭയപ്പെടരുത്, നിങ്ങൾ സത്യത്തെ മുറുകെ പിടിക്കണം, നിങ്ങൾ അസത്യം പറയാൻ പാടില്ല, നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല, നിങ്ങൾ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കരുത്, നിങ്ങൾ വിദ്വേഷം പ്രചരിപ്പിക്കരുത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഹിന്ദുക്കളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഹിന്ദുക്കളല്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇങ്ങനെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരും അക്രമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളും അസത്യം പ്രചരിപ്പിക്കുന്നവരും ഹിന്ദുക്കളല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇങ്ങനെ ചെയ്യുന്നവർ ഹിന്ദുക്കളാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങളായ ഹിന്ദുക്കൾ എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന BJPക്കാരായ ഹിന്ദുക്കൾ അക്രമം പ്രചരിപ്പിക്കുന്നവരാണ്, വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരാണ്, അസത്യം പ്രചരിപ്പിക്കുന്നവരാണ്. വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഹിന്ദുക്കളല്ല. അപ്പോൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അസത്യം പ്രചരിപ്പിക്കാത്ത സത്യം പറയുന്ന ആളുകളാണ്, അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാത്ത അഹിംസാവാദികളാണ്, വിദ്വേഷം പ്രചരിപ്പിക്കാത്ത വളരെ നല്ല സൽ ചിന്തകൾ ആളുകളിൽ പ്രചരിപ്പിക്കുന്ന ഒരു മതമാണ് ഹിന്ദു മതം എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ, ഇത് ചെയ്യുന്നവർ ഹിന്ദുക്കളല്ല എന്ന് പറയുമ്പോൾ എന്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചാടി എഴുന്നേൽക്കണം? അപ്പോൾ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു, ഈ പറയുന്നത് എന്നെക്കുറിച്ചാണ്, ഞാനാണ് ഈ പറയുന്ന കള്ളത്തരം പറയുന്ന ആൾ, ഞാനാണ് ഈ പറയുന്ന വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആൾ, ഞാനാണ് ഈ പറഞ്ഞിരിക്കുന്ന അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾ എന്നൊക്കെ ഗുജറാത്ത് കലാപത്തെയോ രാജ്യത്തുള്ള മറ്റ് കലാപത്തെയോ ഒക്കെ അപ്പോൾ മനസ്സിൽ വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ രാജ്യത്ത് വളരെ പെട്ടെന്ന് തന്നെ ഒരു വിദ്വേഷ പ്രചരണം ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തൊരു കലാപം, അക്രമം, കുറേ പ്രകടനങ്ങളും അങ്ങനെ ഒരു തരത്തിലുള്ള കലാപം എന്ന് വെച്ചാൽ ഒരു അക്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷെ അത് വിലപ്പോയില്ല. ഈ വാരാണസിയിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറച്ച അവിടുത്തെ ഹിന്ദു മതവിശ്വാസി അല്ലെങ്കിൽ അവിടുത്തെ വോട്ടർമാർ, അതേപോലെ അയോധ്യയിലെ BJPയുടെ സ്ഥാനാർത്ഥിയെ നിലംപരിശാക്കിയ ഹിന്ദു വോട്ടർമാരും, ഇന്ത്യയിൽ ഉത്തർപ്രദേശ് അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPയുടെ സീറ്റ് വെട്ടിക്കുറച്ച ഹിന്ദു വോട്ടർമാരും കാരണം ഒന്നുകൂടെ കടുപ്പിക്കുകയും വേണ്ട രൂപത്തിൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചരണം കൂടെ നടത്തിയിരുന്നുവെങ്കിൽ നടത്തിയ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും BJP പരാജയപ്പെടുമായിരുന്നു. അങ്ങനെ ഹിന്ദു വോട്ടർമാർ തള്ളിക്കളഞ്ഞ BJP ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് തിരിച്ചു വരാൻ ശ്രമിച്ചപ്പോൾ വളരെ ദയനീയമായിരുന്നു ഈ രാജ്യത്തെ പ്രതികരണം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഗുജറാത്തിലോ മറ്റോ ഒരു കോൺഗ്രസിൻ്റെ ആഫീസ് ആക്രമിച്ചത് ഒഴിച്ചാൽ എവിടെയും ഹിന്ദു മതക്കാർ BJPയുടെ ഈ ജൽപ്പനം കേട്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ആളുകൾ രംഗത്തിറങ്ങിയില്ല.
നിങ്ങളുടെ വിചാരിച്ചതുപോലെയുള്ള ചാണകബുദ്ധി തലയിൽ കയറ്റിക്കൊണ്ട് നിങ്ങൾ പറയുന്നത് കേട്ട് കലാപമുണ്ടാക്കുന്ന ഒരു ജനവിഭാഗം ഇന്ന് രാജ്യത്തില്ല. അവർ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ പറയുന്ന കള്ളത്തരങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാനും ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗമാണ് രാജ്യത്ത് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സംഘപരിവാറിൻ്റെയും BJPയുടെയും നേതാക്കളെ, ഇനിയെങ്കിലും ഇതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ കടമെടുക്കുന്നു. നിങ്ങൾ സത്യവും അഹിംസയും അതേപോലെ തന്നെ ഈ രാജ്യത്ത് അക്രമരഹിതമായ വിദ്വേഷരഹിതമായ ഒരു രാഷ്ട്രീയവുമായി നിങ്ങൾ മുന്നോട്ട് വരണം. ഇത്തരം വ്യാജ കള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് പണ്ടും കലാപമുണ്ടാക്കിക്കൊണ്ട് വോട്ട് പിടിച്ചതുപോലെ ഇനി ശ്രമിച്ചാൽ നടക്കില്ല എന്നുള്ള വളരെ ശക്തമായ സന്ദേശമാണ് രാജ്യത്തെ ജനങ്ങൾ തന്നിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ എവിടെയും ഒരു കുഴപ്പവും ഉണ്ടായില്ല എന്നുള്ളത് മനസ്സിന് കുളിർമ തരുന്നു, നല്ല സന്തോഷം തരുന്നു. ഇനിയെങ്കിലും ഇതൊക്കെ അവസാനിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.